ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മുടെ ചാനൽ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനകത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുക കേട്ടോ. ഇന്ന് ഉണ്ണിയുടെ പിറന്നാളിൻ്റെ വീഡിയോ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് ബർത്ത്ഡേ ആണ്, പിറന്നാൾ 8-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനിത് തലേ ദിവസം നമ്മൾ ഫോട്ടോ എടുത്തതാണ് കേട്ടോ, സ്റ്റാറ്റസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് അന്ന് ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഫോട്ടോസ് ആദ്യം ഒന്ന് ഈ വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ വലിയ 2 നീതിയുള്ള ബലൂണൊക്കെ വാങ്ങിയിട്ട് അങ്ങനെയാട്ടോ ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പോൾ ഇത് പിന്നെ ബർത്ത്ഡേ ഫ്രോക്കിന് വേണ്ടിയിട്ട്, ഫ്രോക്ക് അമ്മയാണ് കേട്ടോ തയ്ച്ചത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വെക്കാനുള്ള ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിന്ന് പറിച്ചിട്ട് എടുത്തിട്ടൊക്കെയാണ് വേറെ ചെയ്യുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിപ്പോൾ തലേ ദിവസത്തെ കാര്യം കേട്ടോ, നമ്മൾ ഫ്ലെക്സ് അടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ പോയിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അത് നമ്മൾ വെക്കണത്, വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കണത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് തലേ ദിവസം വീഡിയോ എടുത്താട്ടോ. ഇതാണ് ഇപ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണിത്. രാവിലെ തന്നെ ഉണ്ണി എണീറ്റുടനെ ഞാൻ കുളിപ്പിച്ചിട്ടാണ് ഫുഡൊക്കെ കൊടുത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണെഴുതലും കുറിയിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പുതിയത് പറഞ്ഞാൽ ഇത് പിറന്നാളിന് കിട്ടിയ ഉടുപ്പാട്ടോ, 1-ാം പിറന്നാളിന് കൊണ്ടുവന്ന് അങ്ങനെ ആരോ തന്ന ഉടുപ്പാണ്. അപ്പോൾ അത് ഒക്കെ ഇപ്പോഴാണ് കേട്ടോ പാകം. ഇപ്പോഴും കറക്റ്റ് പാകമൊന്നുമല്ല, അവൾ അധികം തടിയില്ലാത്ത കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ പുതിയ ഡ്രസ്സ് തന്നെ ഇടേണ്ട വിചാരിച്ചിട്ട് രാവിലെ അതാട്ടോ ഇട്ടെടുത്തത്. അതങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡ്രസ്സാണ് ഇട്ടെടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ തന്നെ ബലൂണൊക്കെ വീർപ്പിക്കാതിരിക്കുക കേട്ടോ. ഇന്നിപ്പോൾ ഫുഡ് ബിരിയാണിയാണ് കേട്ടോ. കാരണം പിറന്നാളല്ല, 1-ാം പിറന്നാൾ ഞങ്ങൾക്ക് അനിയൻ മാലക്കിട്ട കാരണം ആ സമയത്തും നാടൻ സദ്യയായിട്ടാണ് ബർത്ത്ഡേ കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഈ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കേക്ക് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു കേട്ടോ. കേക്ക് ഇപ്പോൾ ആൾ ഓട്ടോയിൽ വന്ന് കൊണ്ടുവന്നിട്ട് ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയി വാങ്ങിയായിരുന്നു. അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഭയങ്കര ഡിലേ ആയി. എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡിലേ ആയി, സമയമൊക്കെ വൈകിയിട്ടുണ്ടായിരുന്നു. അന്നാച്ചാൽ ആൾക്കാരുണ്ടായിരുന്നില്ല, കുറേ ആൾക്കാരുണ്ടായിരുന്നു, നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ തന്നെ ഉള്ളൂ. പൊക്കത്തിനൊരു സാവധാനത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കേക്ക് നമ്മളൊരു തീം കേക്കാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോം ബേക്കറാണ് എന്നാണ് എൻ്റെ അറിവ് കേട്ടോ. ഏട്ടൻ്റെ പരിചയത്തിൽ അങ്ങനെ കൊടുത്തത്. അപ്പോൾ എന്താ പറയുക, അവരെ നമ്മൾ ഇതാട്ടോ തീം പറഞ്ഞ ഡോറയുടെ ഒക്കെ ഈ ഒരു റെഫറൻസ് കൊടുത്ത് അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വ്യത്യാസമില്ല കേട്ടോ. അതൊക്കെ കണ്ടിരിക്കുമ്പോഴേക്കും ഇതാ അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഉച്ച ആവാറായി കേട്ടോ, 10-11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വരുന്നത്. അപ്പോൾ അത് ഉണ്ണി കണ്ട ആദ്യം ഒന്ന് തെറ്റി നിൽക്കുക കേട്ടോ. ഒന്ന് രാവിലെ തന്നെ ഭയങ്കര മൂഡ് ഓഫാണ്, അത്ര നല്ലൊരു സ്വഭാവമല്ല. കാരണം അവൾക്ക് പിറ്റേ ദിവസം ജലദോഷം വന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ പിറന്നാൾ കഴിഞ്ഞിട്ടാണ് അസുഖമൊക്കെ വന്നത്. അപ്പോൾ നമുക്ക് പിറന്നാൾ മാസമായി എന്തായാലും ഇങ്ങനെ ഉണ്ടാവില്ല, പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് അന്ന് തന്നെ ഒരു പ്രശ്നം ഉണ്ട് തോന്നുന്നു. പിറന്നാളിൻ്റെ അന്ന് തന്നെ രാവിലെ ഒന്നും വലിയ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ ഒരു പിന്നെ എല്ലാവരും കണ്ടപ്പോൾ ഓക്കെ ആയി. പക്ഷേ രാവിലെയൊക്കെ ഭയങ്കര വെറുതെ വാശി പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇത് അച്ഛനും വന്നിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ നിലു ബേബി ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണി അതിൻ്റെ സന്തോഷത്തിലാണ്. നിലു ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്, അവൾ വന്നിട്ടേ ഇല്ല. അപ്പോൾ അവളിന് അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവരും എത്തി. പിന്നെ ഒരു തിരക്കായിരുന്നു കേട്ടോ, അതുവരെ സാവധാനത്തിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ അവരും കൂടി വന്നിട്ടൊക്കെ ചെയ്യാതിരിക്കുകയായിരുന്നു. പിന്നെ വേഗം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ രാവിലെ തൊട്ട് ബലൂൺ വീർപ്പിക്കാൻ തുടങ്ങിയതാണ്. ബലൂണിൻ്റെ കളറിൽ പറഞ്ഞ പോലെ അവളുടെ ഡ്രസ്സ് കണ്ടോ, ഒരു പേസ്റ്റൽ ഓറഞ്ചാണ്. അപ്പോൾ നമുക്ക് ബലൂണ് പിന്നെ അങ്ങനത്തെ ഓറഞ്ച് ഒന്നും കിട്ടില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ കൂടി വന്നപ്പോൾ ബലൂൺ എനിക്ക് തോന്നി റോസ് തന്നെ മതിയായിരുന്നു. റോസ് ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ കളർ റോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുട്ടിയുടെ ഡ്രസ്സ് തന്നെ വിചാരിച്ചാൽ ചെയ്ത്. പിന്നെ കേക്ക് അവരോട് ഒരു ഓറഞ്ചിക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ അത് ചിലപ്പോൾ ഫോണിൽ അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് വീണ്ടും അത് റോസ് പോലെ തന്നെ തോന്നിയിട്ടുണ്ടാവുക. കാരണം അങ്ങനത്തെ ഒരു കളറാണ് ഉണ്ണിയുടെ ഡ്രസ്സ്, ഒരു ഓറഞ്ച്, അതൊരു ഓർഗൻസ മെറ്റീരിയൽ ആയിക്കാൻ അങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ. വണ്ടിയായിട്ട് ഉപയോഗിക്കാം, മറ്റേ നമുക്കിങ്ങനെ കുതിരയും ഇരുന്നിട്ട് ഇങ്ങനെ ഇതാവില്ലേ, അങ്ങനത്തെ സംഭവവും രണ്ടുമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനത്തെ ഇതാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ണിയുടെ അതുപോലെ ഈ പാവയും കൊടുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ കൊടുത്തു. അപ്പോൾ അതൊക്കെ വെച്ച് കളിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഉണ്ണിയുടെ ഫ്രോക്ക് അമ്മയാണ് തയ്ച്ചത്, ഓർഗൻസയാണ് മെറ്റീരിയൽ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലൊരു ഫ്ലവറും ബാക്കിൽ ഒരു വലിയ ബോയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം അതൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്തത്, ഞാനാണ് ചെയ്തത്. ഫ്രോക്ക് അടിച്ചത് അമ്മ കേട്ടോ. പിന്നെ ഹെയർ ബോ നമ്മൾ ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചു, പിന്നെ നല്ലത് കിട്ടി കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ പിന്നെ വേറെ ചെയ്തിട്ടില്ല.
സ്വന്തമായിട്ട് പാട് സന്തോഷം നോക്ക് ഡോറുടെ ബലൂൺ അവിടെ ബലൂണ് മടിക്കട്ടോ ആദ്യം ഫോട്ടോ എടുത്തു ആവശ്യം നേരത്തെ കസാര നിൽക്കാൻ വയ്യ തുമ്പിയെ പാട് പാട് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഡിയർ സോനിയ ഹാപ്പി ബർത്ത്ഡേ ടു യു കുറച്ച് കൊടുക്കട്ടോ അമ്മ കൊടുക്കട്ടെ വാങ്ങി താങ്ക് യു പറയണില്ലേ കുട്ടിച്ച കുട്ടിച്ച താങ്ക് യു കുട്ടിച്ചാ അയ്യോ ഞാൻ പിടിക്കണം ചേച്ചിക്ക് സമ്മാനങ്ങൾ കൊടുത്തോളെ ചക്കര സുസുഖല്ലേ അമ്മ നോക്കാം ഇവിടെ വെക്കാം പിന്നെ നോക്കാം കേട്ടോ മുത്തേ എന്താ തുമ്പടുത്ത് ഇനി പോവാ അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ണി കേക്ക് കണ്ടോ, പിന്നെ കേക്ക് കഴിക്കാൻ നിൽക്കണേ, പിന്നെ ഒന്നിനും സമ്മതിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഡോറ ഇവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് ഡോറേനും ക്രിസ്മസ് അപ്പൂപ്പരെയൊക്കെ കേട്ടോ. പക്ഷെ അതൊക്കെ മുന്നേ തന്നെ ഏട്ടൻ കാണിച്ചു കൊടുത്തു. ഏട്ടനും ഞാൻ പറഞ്ഞാണ് വീഡിയോ എടുക്കണം, അപ്പം നമുക്ക് ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും
അങ്ങനെ കാണിക്കാന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ അവൾ കാണിക്കാണ്ട് തന്നെ മേടിച്ചതൊക്കെ. പക്ഷെ മേടിച്ചു എന്നുള്ളത് അവൾ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ നിലു ബേബിക്ക് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിലുവിന് കൊടുത്തു. പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഗിഫ്റ്റൊക്കെ ആദ്യം കാണിച്ചു കൊടുത്തു. കാരണം എനിക്ക് വലിയ എക്സ്പ്രഷൻസ് ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ പക്ഷേ അവൾക്ക് ഡോറേനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഡോറയുടെ കേക്കൊക്കെ കാണിച്ചപ്പോഴുള്ള എക്സ്പ്രഷൻ കണ്ടില്ലേ. ഞാൻ ഇടയിലൊക്കെ വോയിസ് കൊടുക്കണ എന്താ പറയുക, വോയിസ് അല്ല, വീഡിയോ എടുക്കുമ്പോൾ ചിലതിൽ വോയിസ് ഉൾപ്പെടുത്തണ കാരണം ഒക്കെ പറഞ്ഞൊക്കെ പകുതിക്ക് വെക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ പോകാം കേട്ടോ. ഉണ്ണിയും എന്താ പറയുക, നിലു ബേബി ഒതുങ്ങി നിൽക്കണൊക്കെ ഉണ്ട്, ഉണ്ണി ഒതുങ്ങി നിൽക്കണേ ഇല്ല കേട്ടോ ഫോട്ടോ എടുക്കാൻ. വെക്കാച്ച ഈ ഒരു ഫ്രോക്കിൽ ഫോട്ടോസ് കിട്ടണം എന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിക്ക് ഒന്നും കിട്ടണില്ല കേട്ടോ. അവൾ ഒതുങ്ങി നിൽക്കണമില്ല. നമുക്ക് ഈ ഫോണിൽ മറ്റേ വീഡിയോ എടുക്കണം, ഷോർട്സിന് വേണ്ടിയിട്ടൊരു ഇതെടുക്കാൻ വേണ്ടി. പിന്നെ എനിക്ക് തോന്നി കുഴപ്പമില്ല, നമുക്ക് പിന്നെ എപ്പോഴും ഇട്ട് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാം, വേറെ എടുക്കാമെന്നൊക്കെ തോന്നിയിട്ടോ. കാരണം അവസാനം ഒന്നും നേരം പോലെ കിട്ടണ്ടായപ്പോൾ. പക്ഷെ നിലുബേബി നല്ല ഒതുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോസിനൊക്കെ. അവളുടെ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉണ്ണിയുടെ അങ്ങനെ നേരെ കിട്ടണമെന്നുണ്ടാകുന്നില്ല. പിന്നെ അവർ മിഠായിയൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അന്ന് നല്ല രീതിക്ക് മിഠായിയൊക്കെ കഴിച്ചിട്ടുണ്ട്. കാരണം എന്താ പറയുക, അത് കണ്ട സ്ഥിതിക്ക് പിന്നെ അതന്നെ വേണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഈ മിഠായും കേക്കൊക്കെ കണ്ട കാരണമാണ് ഏറെ ഫോട്ടോ എടുക്കാൻ നിൽക്കാത്ത കേട്ടോ. അത് അങ്ങടാണ് ലക്ഷ്യം. അവിടെ അതുണ്ട് വിചാരിച്ചിട്ട് അങ്ങടെ തന്നെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫോട്ടോസ് എടുക്കണ ഒരു സെക്ഷനായിട്ട് അവിടെ നടക്കണം. ലാസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ്. റോട്ടിൽ നിന്നിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ പിന്നെ വണ്ടിയും ഇരുത്തിയിട്ട് ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നീലൊക്കെ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കായിരുന്നു. നമ്മളൊക്കെ തന്നെ അല്ലേ ഉള്ളൂ. അപ്പം പിന്നെ അധികം വൈകിച്ചില്ല കാരണം ഫുഡ് കഴിക്കുന്ന സമയമൊക്കെ ആയിട്ടോ, 2 മണിയൊക്കെ ആയിട്ടുണ്ട് ആ സമയം. പറയണില്ലേ നോക്കി പറയും. കഴിക്കുന്നു അങ്ങനത്തെ വീട്ടുകാരും ഫുഡ് കഴിക്കാൻ ഇരുന്നുണ്ട്. അച്ഛമ്മ വന്നിട്ടില്ല കേട്ടോ, അച്ഛമ്മയ്ക്ക് വയ്യ, അതുകൊണ്ട് വന്നിട്ടില്ല. പിന്നെ അത് അടുത്തുള്ള മേമയുടെ മകനും ഒക്കെ അവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഗിഫ്റ്റ് കൊടുത്തതൊക്കെ കാണിച്ചില്ല. അത് ഉണ്ണിനെ മടിയിൽ വെച്ച് എന്താ പറയുക, ഇത് കൊടുക്കായിരുന്നപ്പോൾ അപ്പോൾ അവൾക്ക് അച്ഛൻ പറഞ്ഞു അവിടെ ഇരുത്തി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെ അവൾ അവിടെ ഇരിക്കാനായി കേട്ടോ, ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ അവളെന്നെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തി. പിന്നെ ബിരിയാണി ആയി കാരണം ഒറ്റയ്ക്ക് കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അവൾക്ക് ബിരിയാണിയൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിൽ തന്നെയാണ്. അങ്ങനെ എന്താ പറയുക, ചോറ് കഴിക്കാൻ നല്ല മടിയാണ്. അപ്പോൾ അത് ചോറിപ്പോൾ നമുക്കും ഇഷ്ടം, ബിരിയാണിയൊക്കെ നമുക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, അതുപോലെ തന്നെയാണ് അവൾക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് കഴിക്കുന്നത് കേട്ടോ. ചോറൊന്നും അങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാൻ കൂട്ടാക്കൊന്നുമില്ല. കൊടുക്കണമെങ്കിൽ തന്നെ നല്ല ബുദ്ധിമുട്ടാട്ടോ. പിന്നാലെ നടന്ന് കുറേ നേരം എടുത്തിട്ടാണ് കൊടുക്കുക. പക്ഷേ ബിരിയാണി എന്താ പറയുക, അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നുണ്ട്. ചിക്കനൊന്നും കഴിക്കില്ല കേട്ടോ, വെറും ചോറ് മാത്രം അങ്ങനെ വാരി കഴിക്കുകയാണ്. അപ്പോൾ അത് അച്ചാർ വെറുതെ ഇങ്ങനെ വിളമ്പിയതാണ്. അപ്പോൾ അതും കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ ചോറിനുമ്പൊക്കെ ഇടയ്ക്ക് അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വന്നിട്ട് എടുത്ത് കഴിക്കാൻ നോക്കും കേട്ടോ. അപ്പം നമ്മളതൊന്നും കൊടുക്കണം നല്ലതല്ലല്ലോ. അപ്പോൾ അതൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞാലും അവൾ കുറച്ചൊക്കെ എടുത്ത് കഴിക്കും. പിന്നെ എരിവിനോടൊക്കെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. വെറുതെ നമ്മളിപ്പോൾ ചില കറികളുണ്ടാവുമല്ലോ, അധികം എരിവൊന്നും ഇല്ലാതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവൾക്ക് തീരെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവാറില്ല കേട്ടോ. എന്നാൽ ഈ എരിവുള്ള കറികളും ഇപ്പോൾ ചിക്കൻ, മീൻ അതൊക്കെ അവൾക്ക് താല്പര്യം കേട്ടോ. കുറച്ചിങ്ങനെ എരിവും പുളിയൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. മധുരമൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പായസം അതൊക്കെ അവൾ അത്യാവശ്യം നല്ല രീതിക്ക് കഴിക്കും. നമുക്ക് പെട്ടെന്ന് മടുപ്പ് വരില്ല, അവൾക്ക് അങ്ങനെ പെട്ടെന്ന് മടുക്കില്ല കേട്ടോ. ചോറുണ്ണാനാണ് അവൾക്ക് മടിയുള്ളൂ, ബാക്കി എന്താണ് ഇതൊക്കെ കഴിക്കും. 2 മണി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ. എനിക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു, വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഫുഡ് കഴിക്കായിരുന്നു. ഇവള് പിന്നെ നിലുവിന് ഒന്നും കൊടുക്കണില്ല കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ ഒക്കെ നീലുവിൻ്റെ ഒക്കെ അടുത്ത് കളിക്കുന്ന ആളാണ്. ഇവിടെ വന്നപ്പോൾ നീലുവിന് ഒന്നും കൊടുക്കണില്ല. അപ്പോൾ അതിന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും. അങ്ങനെ
കുറച്ച് നേരം എല്ലാവരും സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അവർ ഇറങ്ങുകയാണ് കേട്ടോ. അവർക്ക് വേറെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവർ പോയപ്പോൾ ഉണ്ണിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയായിരുന്നു. എല്ലാവരും എത്തിയതിന് ശേഷമാണ് കേട്ടോ മഴയൊക്കെ തുടങ്ങിയത്. പിന്നെ അതുവരെ അതിൻ്റെ തലേ ദിവസമുള്ള പിറന്നാളിൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം വരെ മഴ ഉണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം മഴ തുടങ്ങിയത് കേട്ടോ. ഇപ്പോഴും മഴ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കാര്യം കഴിയണ വരെയൊക്കെ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം കുഴപ്പമില്ല. പിന്നെ നമ്മൾ അകത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തത് കേട്ടോ. നമ്മൾ പുറത്ത് വെച്ചിട്ട് ആദ്യം വിചാരിച്ചു. പിന്നെ നമുക്കതിനെ പറ്റി കർട്ടനൊന്നും കിട്ടിയില്ല. അവിടെ പോയി നോക്കുമ്പോൾ ബ്ലാക്ക് ഉള്ളൂ പറഞ്ഞു കേട്ടോ. ബ്ലാക്ക് നമുക്ക് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ കവർ മാത്രം വാങ്ങിച്ച് പോന്നു. അപ്പോൾ നമുക്ക് പിന്നെ അകത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നീര് പോയതിന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അച്ഛൻ ഇവിടെ കൊടുന്നിട്ട് ഫാൻ ഇട്ട് കൊടുത്തോട്ടെ. നല്ല സ്പീഡിൽ ഫാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബലൂണൊക്കെ ഇവിടെ പറക്കൂലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കളിക്കുക കേട്ടോ. ബലൂണൊക്കെ നമുക്ക് അത്യാവശ്യം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെറിയ ഒരു ഡെക്കറേഷൻ പോലെ അങ്ങനെ വെച്ചിട്ടുള്ളൂ. ഈ ബലൂൺ വീർപ്പിക്കാൻ നല്ല പണിയാണ്. ബലൂൺ വീർപ്പിക്കണ ആ ഒരു ഇതുണ്ടല്ലോ, അത് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ വീർപ്പിച്ചത്. അപ്പോൾ പിന്നെ നല്ല അവർ ഓട്ടോയിൽ പോയപ്പോൾ ഇവൾ കൂടെ പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് വാശി കാണിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് നിൽക്കുക. അപ്പോൾ അവൾ പോയ കാര്യമൊക്കെ മറന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഓർമ്മ വന്നപ്പോൾ പിന്നെയും നിലോ വിളിക്കുകയായിരുന്നു. നല്ല സ്നേഹമാണ്. പക്ഷേ സാധനങ്ങൾ കൊടുത്തിട്ടുള്ള കളിയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം അവൾക്കതങ്ങനെ അറിയില്ല. നമ്മളിവിടെ ഒറ്റയ്ക്കാണല്ലോ. നമ്മുടെ എന്താ പറയുക, നമ്മളതിനെ ഒരു എല്ലാവരെയും ഭരിച്ചിട്ടാണല്ലോ അവൾ ഇവിടെ ജീവിക്കുന്നത്. അവളെല്ലാവരുടെ അടുത്തും ഓരോന്ന് പറയണു, ബാക്കിയുള്ളവരത് കേൾക്കണു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളായിട്ട് എപ്പോഴെങ്കിലും എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ അവിടെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ കളിക്കുക. അപ്പോഴും അവൾക്ക് കളിക്കാൻ അറിയൊന്നുമില്ല കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഒരു നേതൃത്വമാണ്. എല്ലാം അത് ചെയ്യ് ഇത് ചെയ്യ് ഇങ്ങോട്ട് അങ്ങനെ കേട്ടോ. അല്ലാതെ അങ്ങോട്ട് കൊടുക്കുക എന്നാൽ കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എപ്പോഴും അങ്ങനെയല്ല. അങ്ങനെയൊക്കെ കേട്ടോ. ഒറ്റയ്ക്ക് ഇതുള്ളതിൻ്റെ ഒക്കെ ഒരു എന്താണ് അവൾക്ക്. അപ്പോൾ എല്ലാവരും നല്ല സ്നേഹം കേട്ടോ. സ്നേഹം പറഞ്ഞാൽ ചേച്ചിമാരോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം. ചേച്ചിമാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കാൻ കൂടി ചേച്ചിമാരതാ പോകണമെന്നൊക്കെ പറഞ്ഞാൽ വേഗം അത് കരച്ചിലൊക്കെ മാറ്റി വേഗം പോയി നോക്കൂട്ടോ. അത്രയും ഇഷ്ടമാണ്. ആൺകുട്ടികളോട് അത്ര വലിയ ഇത് കാണാറില്ല കേട്ടോ. പക്ഷെ എന്താണ് അതിന് പെൺകുട്ടികളാണ്. പക്ഷെ ചെറിയ കുട്ടികളൊക്കെ കണ്ട ഈ ഒരു ഇപ്പം മണിയുടെ പ്രായം, മണിമേമ എന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാറില്ലേ, അവളുടെ പ്രായത്തിലുള്ളവരെ കണ്ട അപ്പം മണിമേമ എന്ന് വിളിച്ചിട്ട് ഓടും കേട്ടോ. അവർക്ക് വേറെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ആ മണീനെ കൊണ്ടുവരാൻ പറഞ്ഞതായിരുന്നു. അവർക്ക് വേറൊരു ഫംഗ്ഷനുള്ള കാരണമാണ് അവൾ വരാതിരുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ വൈകുന്നേരമായി അനിയനും അച്ഛൻ ആദ്യം പോയി. അച്ഛൻ ടിക്കറ്റൊക്കെ എടുക്കാണ്ട് ഒരു 4 മണിയൊക്കെ ആയ സമയത്ത് അച്ഛൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി നിന്നിട്ടാണ് വീട്ടുകാർ പോണത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതാ എല്ലാവരും പോയിട്ടുണ്ട്. നമ്മളുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു. ഇപ്പോൾ പിന്നെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ വലിയൊരു തിരക്കും അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഞാൻ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇവിടെ വീട്ടിലെ അച്ഛനും അമ്മയും എടുത്ത കമ്മലാണ് കേട്ടോ. ആ ഒരു നല്ലൊരു കമ്മലാണ്. ഇപ്പം അത് ഉണ്ണിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ വകയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത്. പിന്നെ ഇപ്പോൾ ക്രിസ്മസ് അല്ലേ വരുന്നത്. അപ്പം നമുക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാമല്ലോ വിചാരിച്ചിട്ടൊരു അപ്പൂപ്പനെ മേടിച്ചത്. ഡോറ പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരു മണിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു രസമാണ്. ഇത് അനിയൻ മലയ്ക്ക് പോയപ്പോൾ കൊടുന്നതാണ്. ഞാൻ വീഡിയോയിൽ കാണിച്ചല്ലോ. ഞാൻ പറഞ്ഞാൽ അവിടെ വെച്ച് പോകുന്നതാണ്. ബർത്ത്ഡേക്ക് കൊടുത്താൽ മതി പറഞ്ഞിട്ട് ഞാനത് അന്ന് അവിടെ അവൾക്ക് കാണിക്കാണ്ട് അവിടെ വെച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെള്ളിയേട്ടൻ ഇവിടെ ഒരു ഉടുപ്പ് തന്നില്ല. അതാണ് കേട്ടോ ഇത്. അപ്പം നമുക്കിനി ഇത് പിറന്നാളിൻ്റെ അന്ന് ഇടാച്ചിട്ടാണ്. അപ്പം ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. വീട്ടിൽ ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ അത്. പിന്നെ ഇത് അമ്മടുത്ത ഒരു ഫ്രോക്കാണ് കേട്ടോ. അപ്പം ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടി ഇട്ട് കണ്ടിട്ട് ഇടയ്ക്ക് ഇത് നല്ല മോഡലായിരുന്നു കേട്ടോ ഈ ഡ്രസ്സ്. അപ്പം ഇങ്ങനെ രസമുണ്ട് കണ്ടിട്ട് അമ്മ അങ്ങനത്തെ നോക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ എന്താ നീലു ബേബി അവർ കൊണ്ടുവന്നതാണ് കേട്ടോ. അത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കാൻ. അപ്പോൾ നമുക്കത് ഇന്നൊക്കെ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. നമുക്കത് കിട്ടിയില്ല. അപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ പിറ്റേ ദിവസത്തേക്ക് ആവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ അവരും കറക്റ്റായിട്ട് ആ ഒരു ഫോട്ടോ വെച്ചിട്ട് തന്നെ ഫ്രെയിം കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ കിട്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇനി അവളെ പിറന്നാളിന് ഇട്ട് കൊടുക്കുള്ളൂ വെച്ചിട്ടാണ്. പിറന്നാളിന് പുതിയത് ഇടണമല്ലോ, അപ്പോൾ നമുക്ക് അപ്പടാന്ന് വിചാരിച്ചു. ഇതും അവർ കൊണ്ടുവന്ന വേറൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ അന്നൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാ ഡ്രസ്സുകളും കാണാൻ ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ തലേ ദിവസം പോയപ്പോൾ ഹെയർ ബാൻഡ് വാങ്ങിയെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ. അത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ക്യൂട്ടായിട്ട് ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെയാണ് കെട്ടി. നല്ല കടയാണ്. പക്ഷേ ആ കടയുടെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായി. ഉള്ളിൽ നിന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഹെയർ ബാൻഡിൻ്റെ ഐറ്റംസ് നിറയെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതും അവർ കൊണ്ടുവന്നതാണ്. ഇത് നിലു ബേബി അവർ കൊണ്ടുവന്ന കേട്ടോ ഡ്രസ്സിക്ക് മാച്ചായിട്ട്. രണ്ടാമത് കാണിച്ചിട്ടുള്ള ഫ്രോക്കിന്
ഫ്രോക്കിന് ഈ ഒരു ഇത് മാച്ചിങ് ആയിട്ടുള്ളതും പിന്നെ മറ്റേ ഒരു സ്കൈ ബ്ലൂ കളർ ഉണ്ടല്ലോ അതിന് മാച്ചായിട്ടുള്ള മറ്റേ ഹെയർ ബാൻഡുമാണ്. പിന്നെ കുറച്ച് എന്താ പറയുക ക്ലിപ്പുകളുണ്ടല്ലോ മീഷോയിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വാങ്ങിയിട്ട് കാണിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാവാറുണ്ട്. പക്ഷേ ഉണ്ണിക്ക് അങ്ങനെ കെട്ടി വയ്ക്കാനുള്ള മുടിയൊന്നും ഇല്ലല്ലോ, അങ്ങനെ കുറച്ച് മുടിയൊക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കാത്തതാണ് കേട്ടോ. ആൾക്ക് അങ്ങനെ ഹെയർ ആക്സസറീസ് ഒന്നും വാങ്ങിക്കാത്ത അങ്ങനെ കെട്ടി വയ്ക്കാനുള്ള മുടി ആയിട്ടില്ല. അപ്പോൾ ക്ലിപ്പും ഹെയർ ബാൻഡ് അങ്ങനത്തെ കേട്ടോ വാങ്ങിക്കാറുള്ളൂ ചെറിയത്. ഇതും നല്ല രസമുണ്ട് കേട്ടോ. ഇതും ആ ഒരു ഫസ്റ്റ് കാണിച്ച ഫ്രോക്കിക്ക് മാച്ചായിട്ട് അവർ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ രാത്രി ഇത് വെച്ച് കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.